നീ ചായ കുടിക്കും. അല്ല, എന്നെ ചായ തന്ന് സൽക്കരിക്കാനാണോ ചേച്ചി വിനയം വിളിച്ചു വരുത്തി? വിനയം വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അവനോട് ചോദിക്കും. ഞാൻ എല്ലാവർക്കും ചായ എടുത്തപ്പോ നിനക്കൊരു ചായ തന്നേ ഉള്ളൂ. നീ എന്തിനാ വിനയ എന്നോട് വരാൻ പറഞ്ഞ? അമ്മയ്ക്ക് കാണാന്ന് പറഞ്ഞല്ലേ നീ എന്നെ വിളിച്ച്? എന്നാലേ സീമേച്ചി വരൂന്നറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നോട് ചേച്ചിക്ക് ദേഷ്യമാണല്ലോ. അപ്പൊ നീ സീമയുടെ ദേഷ്യം മാറാൻ വേണ്ടി വിളിച്ചതാണോ? നീ വിളിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാ പറ വിനയ. അമ്മ ഒന്ന് മാറിയേ. വേറൊന്നുമല്ല സീമേച്ചി, ഞങ്ങള് ആർച്ചമോളെയും ഭദ്രമോളെയും ഡോക്ടറെ കാണിച്ചായിരുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ലാന്നേ. അന്ന് കുട്ടികളെ ഉറങ്ങാൻ വേണ്ടി ഡോക്ടർ തന്ന മരുന്ന് തന്നെയാണ് ഞാൻ അവർക്ക് കൊടുത്തത്. അളവിച്ചിരി കൂടിപ്പോയി, അത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞില്ലേ? കുട്ടികൾക്കൊന്നും പറ്റാതിരുന്ന തന്നെ എല്ലാവരുടെയും ഭാഗ്യം. അതിന്റെ പേരിൽ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല വിനയ. എന്റെ കുട്ടികളൊന്നും അല്ലല്ലോ, നിന്റെ കുട്ടികളല്ലേ. ഇനി അവരെ നോക്കാൻ നീ എന്നെ ഏൽപ്പിക്കാതിരുന്നാ മതി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങളല്ലേ ഉള്ളൂ. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആദ്യം ഓടി വരേണ്ടത് ഞങ്ങളാ. ആ, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വിനയം പറഞ്ഞപ്പോ ഞാൻ കൊച്ചുങ്ങളെ നോക്കാൻ വന്നേ. പക്ഷേ നിന്റെ ഈ കുനിഷ്ഠ പരിപാടിക്ക് എന്നെ കിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞേ. അവൻ അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി സീമേ. നീയത് ആരോടെങ്കിലും പറയുന്നുള്ള പേടിയാ വിനയന്. ചീരുവിന്റെ കാതിലെങ്ങാനും എത്തിയാ അതോടെ എല്ലാം തീരും. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ സീമേച്ചി ചുറ്റുമുള്ളവർ.